ശിവൻ എന്ന് പറയുന്ന ഒരു ഈശ്വര സങ്കല്പത്തിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ ഇമോഷൻസിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഇമോഷൻ ഭഗവാൻ മഹാദേവന്റെയാണ്. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരുണ്ട്, ഭഗവാൻ പെട്ടെന്ന് ദേഷ്യം വരും. നമുക്ക് ഈ വിരഹവേദന കൂടുതലുള്ള ആൾക്കാരുണ്ട്, ഭഗവാന്റെ വിരഹവേദന ഏറ്റവും കൂടുതൽ. പാർവതി വന്നിട്ട് പോലും സത് നഷ്ടപ്പെട്ട വേദന ഭഗവാൻ എപ്പോഴും മാറിയിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഫസ്റ്റ് ലവ് ആണ് അല്ലെ, ഫസ്റ്റ് ലവ് എപ്പോഴും സ്പെഷ്യലാണ്. എത്രയൊക്കെ ഡയമണ്ട് നെക്ലസ് വെച്ചിട്ട് നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്താലും നിങ്ങൾ ആദ്യം വാങ്ങിയ ചെറിയ മുക്കുത്തി ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയധികം പ്രിയപ്പെട്ടതായിരിക്കും. ഭഗവാൻ അതുപോലെ തന്നെയാണ്. സതി എന്ന് പറയുന്ന പരാശക്തിയുടെ അവതാരമാണ് ഭഗവാനിലേക്ക് ആദ്യം കണക്ട് ആവുന്നത്. ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാതെ ഭഗവാൻ സ്വയം ഇഷ്ടപ്പെട്ടാണ് സതിയെ വിവാഹം കഴിക്കുന്നത്. പാർവതി കഷ്ടപ്പെട്ടാണ് ഭഗവാൻ വിവാഹം കഴിക്കുന്നത്. ഈവൻ അമ്മ സതിയുടെ തന്നെ പുനർജന്മമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും സതിയെ നഷ്ടപ്പെട്ട ശിവൻ അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ആ ഒരു ഇമോഷണലി മാത്രം കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്കൊന്നും ഭഗവാൻ അത് ചെയ്തത് അങ്ങനെ ആവരുതെന്ന് സമൂഹത്തെ പഠിപ്പിച്ചായിരിക്കും. മേബി ഗുരുവായൂർ തന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഞാൻ പല പ്രഭാഷണങ്ങളും കോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ നിന്ന് കാവൽക്കാർ നമ്മൾ പറയും നീങ്ങു നീങ്ങു എന്ന് പറയും അല്ലെ, അവിടെ തൊഴുത് മാറാൻ പറയും. നീങ്ങു നീങ്ങു എപ്പോഴും പറയാം. നീങ്ങു എന്നുള്ളതിന്റെ വേറെ ഇംഗ്ലീഷ് വേർഡ് കേൾക്കുന്നത് മൂവ് ഓൺ അതാണ് അല്ലെ. നിങ്ങളിങ്ങനെ കെട്ടിക്കിടക്കരുത്, മൂവ് ഓൺ ചെയ്യുക. ഭഗവാൻ നമ്മളോട് പറയുന്ന ആ കാവൽക്കാരുടെ രൂപത്തിൽ കെട്ടിക്കിടക്കരുത്, മൂവ് ഓൺ മൂവ് ഓൺ. ഭഗവാൻ മൂവ് ഓൺ ചെയ്യാൻ പറ്റിയില്ല മഹാദേവൻ. അദ്ദേഹം മഹാദേവനാണ് എന്നുള്ള ബോധം അദ്ദേഹത്തിന് പോയി. എന്നെപ്പോലെ നിങ്ങൾ ആവരുതെന്ന് ഒരു സിമ്പിളിലൂടെ ഭഗവാൻ ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. എപ്പോഴും എന്നെപ്പോലെ ആവുന്നില്ല എല്ലാവരും പറയാം. മഹാദേവൻ എനിക്ക് ഡിഫറെന്റ് ആണ് എല്ലാ കാര്യത്തിലും.